വല്യച്ഛനും അമ്മായും ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛന് വല്ലാതെ ദേഷ്യം വരും. അച്ഛൻ സുഭാഷിനോട് പറയും, ഞാൻ പറഞ്ഞതല്ലടാ ഇവരെയൊന്നും വിളിക്കണ്ടെന്ന്. അമ്മായി പറയും, നിങ്ങളുടെ വായിരിക്കുന്നത് കേൾക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങളെ ഇവിടെ തന്നെ ഇറങ്ങിക്കോളാം. അച്ഛൻ പറയും, അതാ നല്ലത്, ഇവിടെ ഇറങ്ങിക്കോ. സുധീഷ് പറയും, എടാ വാവേ ഒന്ന് സൈഡാക്കി കൊടുക്ക്, അവരിറങ്ങിക്കോട്ടെ. വണ്ടി സൈഡാക്കിയിട്ട് അവരെ അവിടെ ഇറക്കുകയാണ്. സുധീഷ് പറയും, ഇനിയെങ്കിലും സമാധാനത്തോടെ യാത്ര ചെയ്യാലോ. വീട്ടിലെത്തിയിട്ട് എല്ലാവരും സുഭാഷിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അച്ഛൻ പറയും, നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ ആ ബന്ധം വേണ്ടാന്ന്, നിനക്കായിരുന്നല്ലോ നിർബന്ധം, ഇപ്പം എന്തായി? ഇനി നാട്ടുകാർ ഇതും പറഞ്ഞ് ചിരിക്കുന്നത് കാണാം. ഹരീഷ് പറയും, നാട്ടുകാരെ നോക്കി ജീവിക്കാൻ പറ്റുമോ? നാട്ടുകാർ നമ്മളെ പറ്റി നല്ലതൊന്നല്ലല്ലോ പറയുന്നത്, അതൊന്നും ഇനി കുഴപ്പമില്ല. സുധീഷ് പറയും, നിങ്ങളോടുള്ള അത്ര നാണക്കേടൊന്നും ഞങ്ങൾക്ക് ഇതുകൊണ്ടും ഉണ്ടാവില്ല. അച്ഛൻ പറയും, ഞാൻ പറയുന്നത് ഒരു വിലയും തരില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ മക്കള് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ ഞാൻ. അച്ഛൻ പോയി കഴിയുമ്പോൾ സുധീഷ് സുഭാഷിനോട് പറയും, സുഭാഷ് ഏട്ടാ എന്തിനാ ഇതിനൊക്കെ പോയി നിൽക്കുന്നത്? ബ്രോക്കർമാർ അവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. സുഭാഷ് ഏട്ടന് ഇങ്ങനെ ഒരു പാവമാവരുത്. ഞങ്ങളെ പെൺകുട്ടിയെ പറ്റി അവരുടെ നാട്ടിൽ പോയി അന്വേഷിച്ചിരുന്നു, നാട്ടുകാർക്കൊക്കെ വളരെ മോശം അഭിപ്രായമാണ്. ഞങ്ങളിത് പറയാതിരുന്നത് സുഭാഷ് ഏട്ടന് വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ടാ. നിശ്ചയം കഴിഞ്ഞിട്ട് അത് മുടങ്ങിയാലും കുഴപ്പമില്ലായിരുന്നു. സുഭാഷ് ഏട്ടന് എന്തിനാ ഇങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്? സുഭാഷ് പറയും, എൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ താഴെ ഉള്ളവരുടെയൊക്കെ കല്യാണം നടക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. നീ നീതുവിനോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ അവളെ കല്യാണം കഴിക്കുമെന്ന്? ഹരീഷ് സുഭാഷിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, സുഭാഷ് ഏട്ടനോട് നീതു അങ്ങനെ പറഞ്ഞോ? പറ സുഭാഷ് ഏട്ടാ, അവൾ സുഭാഷ് ഏട്ടനോട് എന്താ പറഞ്ഞത്? സുഭാഷ് പറയും, അങ്ങനെയല്ലടാ, എൻ്റെ കല്യാണം നോക്കണമെന്നേ അവൾ ഉദ്ദേശിച്ചുള്ളൂ, നീ വേറെ അർത്ഥത്തിലൊന്നും എടുക്കല്ലേ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹരീഷിന് ദേഷ്യം വരാൻ തുടങ്ങും. ഹരീഷ് ദേഷ്യത്തോടെ അപ്പുറത്തേക്ക് പോവാണ്. സുധീഷ് പിന്നെ ഓരോ കാര്യം പറയാൻ തുടങ്ങുമ്പോൾ നിധി പറയും, മതി സുധീഷേ, എല്ലാവരും കൂടെ സുഭാഷ് ഏട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. അവിനാശ് അകത്തേക്ക് വരികയാണ്. അവിനാശ് പറയും, സുഭാഷ് ഏട്ടാ വാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി വരാം. നിധി പറയും, അതെ സുഭാഷ് ഏട്ടനെ ഒന്ന് പുറത്തൊക്കെ പോയി വന്നേ. സുധീഷ് സുഭാഷിനോട് പറയും, സുഭാഷ് ഏട്ടാ ഇതും ആലോചിച്ച് നിൽക്കല്ലേ കേട്ടോ. ഹരീഷ് നേരെ നീതുവിൻ്റെ വീട്ടിൽ പോവാണ്. മുറ്റത്തെത്തിയിട്ട് നീതുവിനെ ഫോൺ വിളിക്കും, നീ ഒന്ന് പുറത്തേക്ക് വന്നേ. നീതു പറയും, ഇപ്പോഴല്ലേ കണ്ടത്, ഇനിയും കാണാൻ തോന്നി എന്നെ, നീ ഒന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ ഒരു വഴക്ക് കഴിഞ്ഞതേ ഉള്ളൂ, ഞാൻ ഇപ്പോൾ വരാം. അവൾ പോകുന്നത് അമ്മയും അനിയനൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അമ്മ ചോദിക്കെങ്കിലും അവൾ പ്രത്യേകിച്ചൊന്നും പറയില്ല. ഹരീഷ് നീതുവിനോടിക്കും, നീ സുഭാഷ് ഏട്ടനെ എവിടുന്നാ കണ്ടത്? ഞാൻ സുഭാഷ് ഏട്ടനെ ഇന്നുകൂടി കണ്ടതാണല്ലോ. ഇന്നല്ല, ഇതിനു മുമ്പ് എന്നാ കണ്ടത്? നീ സുഭാഷ് ഏട്ടനോട് വേഗം കല്യാണം കഴിക്കാൻ പറഞ്ഞിരുന്നു. നീതു അതിന് മറുപടിയൊന്നും പറയാതെ നിൽക്കുകയാണ്. നീ പറഞ്ഞതിൻ്റെ പേരില സുഭാഷ് ഏട്ടനെ ഏതെങ്കിലും ഒരു കല്യാണം കഴിക്കാമെന്നുള്ള രീതിയിൽ ഈ കല്യാണത്തിന് സമ്മതിച്ച്. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനൊന്നും ഞങ്ങളുടെ സുഭാഷ് ഏട്ടനെ സമ്മതിക്കില്ല. അന്ന് ഞാൻ നിന്നെ സ്വാർത്ഥയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ലേ നീ പ്രശ്നം ഉണ്ടാക്കിയത്? ഇപ്പം ഞാൻ തറപ്പിച്ച് പറയാണ്, നീ ഒരു സെൽഫിഷാണ്, നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. നിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് സുഭാഷ് ഏട്ടന് ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കണോ അല്ലേ? അതൊന്നും പറ്റില്ല. നിനക്ക് വേണമെങ്കിൽ വേറെ കല്യാണം കഴിച്ചോ, അല്ലാതെ നിനക്ക് വേണ്ടി സുഭാഷ് ഏട്ടൻ്റെ ജീവിതം ഹോമിക്കാനൊന്നും പറ്റില്ല. നീതു പറയും, നീ എന്തിനാ ഹരീഷ് ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഞാനിവിടെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് അറിയോ നിനക്ക്? ഹരീഷ് പറയും, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ വേണമെങ്കിൽ നിന്നെ ഒരു ഹോസ്റ്റലാക്കി തരാമെന്ന്, അല്ലാതെ നിന്നെ ഇപ്പോൾ ഈ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല. ആദ്യം സുഭാഷ് ഏട്ടൻ്റെ കല്യാണം ഒന്ന് കഴിയണം എന്ന് കരുതിയിട്ടേ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ട് സുഭാഷ് ഏട്ടനെ കല്യാണം കഴിപ്പിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. അതുവരെ കാത്തു നിൽക്കാൻ പറ്റുമെങ്കിൽ നീ നിന്നോ, അല്ലെങ്കിൽ അവരൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരുത്തനെ കെട്ടിപ്പോയിക്കോ. അവളുടെ അനിയനും അമ്മയും കൂടി ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അവൻ പറയും, കണ്ടോ അമ്മേ, നമ്മളാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് 1000 നാവാ, ഒരക്ഷരം മിണ്ടുന്നുണ്ടോ നോക്കി. ഹരീഷ് അവളോട് ചൂടായിട്ട് തിരിച്ചു പോരുകയാണ്. നീതു കരഞ്ഞുകൊണ്ട് അകത്തേക്ക് വരുമ്പോൾ അമ്മ പറയും, നിൽക്കടേ അവിടെ, അവൻ നിന്നെ ഇത്രയും വഴക്ക് പറഞ്ഞിട്ട് നിനക്ക് തിരിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ തോന്നിയോ? ഇതാണോ വലിയ സ്നേഹമുള്ള ഒരാൾ? ഇവൻ്റെ കടിയും കൊണ്ട് അവൻ്റെ കാൽ കീഴിൽ ജീവിക്കാനായിരിക്കും നിൻ്റെയൊക്കെ വിധി. ഞങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ അത് നിനക്ക് പറ്റില്ലല്ലോ. നീതുവിൻ്റെ റൂമിൽ പോയിരുന്നിട്ട് വല്ലാതെ ടെൻഷനായിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്.